വീട്ടിൽ നിന്ന് എങ്ങോട്ട് യാത്ര തിരിക്കുമ്പോൾ ഉമ്മ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. പോയിട്ട് വാ പൊന്നുമോനെ, നീ നന്നായി വരട്ടെ. ഈ പ്രാവശ്യം ഉമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയാണ് നാട്ടിൽ പോയത്. ഇങ്ങോട്ട് മടങ്ങുന്നതിനു മുമ്പ് വീട്ടിലില്ലാത്ത ഉമ്മയെ കാണാൻ അറബിക്കടലിന്റെ തീരത്തുള്ള പള്ളി ഖബർസ്ഥാനിലേക്ക് പോയി. യാത്ര ചോദിക്കാനായി ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് ചേർന്ന് നിന്നു. ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ മെല്ലെ പറഞ്ഞു, ഉമ്മ, ഞാൻ നാളെ പോവുകയാണ്. യാത്ര ചോദിക്കുകയാണ്. വാക്കുകൾ മുഴുവിക്കാൻ കഴിയുന്നതിനു മുമ്പേ അലറിയടിക്കുന്ന തിരമാളുകളുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ എൻ്റെ പൊന്നുമ്മ എന്നോട് പറഞ്ഞു, പോയിട്ട് വാ മോനെ, എൻ്റെ പൊന്നുമോൻ നന്നായി വരും. മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഉമ്മയെ കണ്ടതു മുതൽ മരണശേഷവും ആരുടെ മുന്നിലും കരയാതെ പിടിച്ചു നിന്ന എനിക്ക് സകല നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിക്കരയേണ്ടി വന്നു. എൻ്റെ കണ്ണീര് ഉമ്മയുടെ ഖബറിന്റെ കാൽക്കീഴിലെ മണൽത്തരികളിൽ രക്തത്തുള്ളികളായി വീണുകൊണ്ടിരുന്നു. ഉമ്മ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എത്ര ആഗ്രഹിച്ചിട്ട് നന്നാകാത്ത ഈ പൊന്നുമോന് ഉമ്മയില്ലാത്ത ഈ ലോകത്ത് ഇനി നന്നാകുന്നത് ആരെ കാണിക്കാനാണ്? ഈ ലോകത്ത് ഉമ്മാക്ക് പകരം വയ്ക്കാൻ ഉമ്മ മാത്രം. എല്ലാവരെയും സ്നേഹിക്കാൻ, ത്യാഗം ചെയ്യാൻ, എല്ലാവരെ സഹായിക്കാൻ, ആരെയും വെറുക്കാതിരിക്കാൻ എല്ലാം എന്നെ പഠിപ്പിച്ച് നേരിൻ്റെ വഴി മാത്രം കാണിച്ചു തന്ന എൻ്റെ പൊന്നുമ്മ, ഉമ്മാൻ്റെ ഈ പൊന്നുമോന് സർവശക്തനായ നാഥനോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ പൊന്നുമ്മാക്ക് നീ സ്വർഗം കൊടുക്കണമേ. ഇതുവരെയും പൊന്നാകാത്ത ഉമ്മയുടെ പൊന്നുമോൻ. ഈ ലോകത്ത് ഞാൻ എന്തിനേക്കാളും ഏറെ വിലമതിക്കുന്ന, സ്നേഹിച്ചിരുന്ന എൻ്റെ പൊന്നുമ്മയുടെ വേർപാടിൻ്റെ വേദനയിൽ ഒരിക്കലും മരണമില്ലാത്ത ഓർമ്മകളുമായി എന്നും പ്രാർത്ഥനയോടെ ഉമ്മയുടെ പൊന്നുമോൻ സത്താർ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാൽ. സത്താർ കണ്ണൂർ എഴുതിയ വേർപാടിന്റെ വേദനയിൽ എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത്. അവതരണം അസ്ലം ചട്ടഞ്ചാൽ. സമർപ്പണം ഇഷൽ, ഫേസ്ബുക്ക്.